മറ്റു വാർത്തകളിലേക്ക് കൂടി പോയാൽ മലപ്പുറം നിലമ്പൂർ മൂലേപ്പാടത്തെ കാട്ടാനകൾ കർഷകരുടെ ഉറക്കം കെടുത്തുന്ന അവസ്ഥയാണ്. രാത്രി എത്തുന്ന ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു. നഷ്ടപരിഹാരം നൽകാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്നും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുമാണ് പ്രദേശവാസികളുടെ പരാതി. സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മളുള്ളത് നിലമ്പൂർ മൂലേപ്പാടം പ്രദേശത്താണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ വേലിക്കപ്പുറം ഫെൻസിംഗ് ഉൾപ്പെടെ ഉണ്ടെങ്കിലും ഈ വേലിക്കപ്പുറമൊക്കെ തന്നെ കാട്ടാന വന്ന് ചെരിച്ചിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വഴി ഒരുപാട് ഏകദേശം 100ഓളം വീടുകൾ തിങ്ങിയുള്ള പ്രദേശമാണ്. ഈ വഴിയിലൂടെയൊക്കെ നിരന്തരം കാട്ടാന ഇറങ്ങി വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ പ്രദേശവാസികളൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളെല്ലാം ആകെ ഭയപ്പെട്ട് ജീവിക്കുകയാണ്. ഇവിടെ അരയാടെന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ചങ്ങ് പോയാൽ മതി. അവിടെ ആന വന്ന ഒരാളെ കൊന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഫോറസ്റ്റുകാരെ വിളിക്കുമ്പോൾ അവരൊക്കെ വരുന്നുണ്ട്, പക്ഷെ അവർ വന്നിട്ടും കാര്യമൊന്നുമില്ല. അവരുടെ കയ്യിൽ പടക്കത്തിന് പോലും കാശില്ലാത്ത രീതിയിലാണ് കാണുന്നത്. സ്ഥിരം വരുന്നുണ്ട്. 7 മണിക്കൊക്കെയാണ് വരുന്നത്, 6:30 പകല്. വാർഡിലെ മെമ്പർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ആൾക്കാരുടെ പ്രദേശമാണ് ഈ മൂലപ്പാടം. 100ഓളം വീടുകൾ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ കൃഷിക്ക് എന്ന് പറഞ്ഞാൽ മലയണ്ണൻ്റെ കാര്യം, മലയണ്ണ എന്ന് പറയാൻ നമ്മൾ ചിന്തിക്കും വലിയ സംഭവമല്ലാന്ന്. പക്ഷേ ഈ മലയണ്ണൻ കയറിയിട്ട് ആ തെങ്ങിൻ്റെ മണ്ട തുറന്ന് ആ തേങ്ങ മൊത്തം താഴെ, തേങ്ങയ്ക്ക് അത്യാവശ്യം വിലയുള്ളൊരു സമയമാണ്. രണ്ടാമത് ജീവൻ്റെ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരെല്ലാം തിരിച്ചുകൊടുത്തു. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, ചില പുലിയൊക്കെ ഇറങ്ങിയിട്ട് ഇട്ടായാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ഇവരെ കൊണ്ടൊന്നും ഫെൻസിങ് ഇടാൻ പറ്റില്ല. സാധാരണ 2-3 ഏക്കർ സ്ഥലമുള്ള ആൾക്കാരാണ്. അതുപോലെ ഉണ്ടെങ്കിൽ 1-2 ലക്ഷം രൂപ വരും. അത് അവർക്കില്ല. അപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഫോറസ്റ്റ് മൊത്തം കവർ ചെയ്ത് ആന ഇങ്ങോട്ട് ഇറങ്ങാത്ത രീതിയിലാക്കിയെടുക്കുക. അതിന് ഹാങ്ങിങ് ഫെൻസിങ് തന്നെ വേണം. മറ്റേ ലൈൻ ഫെൻസിങ് ആണെങ്കിൽ ആന എന്ത് ചെയ്യും, ആന ഈ ഉണക്കമരം അതിലേക്ക് തള്ളിയിട്ടിട്ട് അതിൻ്റെ കണക്ഷൻ തട്ടിയിട്ട് അതിൻ്റെ കണക്ഷൻ നശിപ്പിച്ചിട്ട് ആനയും കയറി വരും. അതാണ് സംഭവിക്കുന്നത്. നിലവിലുള്ള പ്രശ്നം. നമുക്ക് ഹാങ്ങിങ് ഒരു ഫെൻസിങ് ഒരു 10-30 കിലോമീറ്റർ കിട്ടുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അത് നമ്മൾ അതിന് അപേക്ഷ പലവട്ടം കൊടുത്തിട്ടുണ്ട്. അവരിപ്പോൾ 10 കിലോമീറ്റർ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും നിശ്ചിത അവരുടെ പേപ്പറുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവാണ്. എന്താണ് അത്തരം മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോടും ആളുകളോടും പറയാനുള്ളത്? എന്താ പറയാൻ? ഈ ഒറ്റ കാര്യമുള്ളൂ, ആനയ്ക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണം, ഉണ്ടായേ പറ്റൂ. ഇക്കാര്യം 2 ആഴ്ച പിന്നെ 6 മണിക്കാണ് രാവിലെ ഈ വഴിക്ക് ഞാൻ മിറ്റത്ത് നിൽക്കുമ്പോൾ മിറ്റത്തോടെ വന്ന് പോയത്. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ സങ്കടം. ആരെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നാൽ അത് റെഡിയാ, പിന്നെ അതിനെ നോക്കണ്ട. നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും തന്നെ. എല്ലാവർക്കും ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിക്കുന്നുണ്ട്. മക്കളൊക്കെ പണിയും കഴിഞ്ഞ് വരുന്നേരം രാത്രി 10 മണി വരെ അകലല്ലേ പണിയൊക്കെ കഴിഞ്ഞ് വരുന്നേരം ഒരു വരുന്നേരം പേടിയൊക്കെ ഈ വഴിയിലൊക്കെ ആന ഉണ്ടാവും നിൽക്കുന്നത്. പണി കഴിഞ്ഞൊരു വണ്ടി വരുന്നേരം എങ്ങോട്ടും മാറുന്നത് ഒരിടത്തേക്കും മാറാനല്ലേ ഇല്ല. ആന വരുമല്ലേ, അപ്പോൾ പേടിയാണ്. ഈ വഴിക്ക് ഇങ്ങനെ ആന വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പേടിയാ, വീട്ടിൽ മുറ്റത്തിറങ്ങാനും എല്ലാത്തിനും പേടിയാ. അധികാരികൾ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം. ഇവർക്ക് വേണ്ട ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തണം എന്നു തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂറിനൊപ്പം വി. സോണൽ കൃഷ്ണ, റിപ്പോർട്ടർ, മലപ്പുറം.